ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്റർ തകർക്കുന്ന വീഡിയോ, അവിടെ പോയിട്ട് പൊട്ടുന്ന, അവിടെയാണ് ഇത് കട്ടാവുന്നത്. ഇത് അതോടുകൂടി ഡ്രോൺ കട്ടായി പോകുന്നു. അപ്പോൾ അതുവരെയുള്ള ലൈവ് വീഡിയോസ് പുറത്തോട്ട് വരും. ഇറാൻ ഇസ്രായേലിലെ നിരപരാധികളെ ആക്രമിക്കുകയാണ്, അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിലെ ഭീതി അഴിച്ചുവിടുകയാണെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അമ്പട മനമേ, നന്മ മരമേ, നീ പിന്നെ ഇറാനിൽ കൊണ്ടിടുന്നത് ഉണ്ടംപൊരിയും കൊട്ടത്തേങ്ങയൊന്നും അല്ലല്ലോ അല്ലേ? ആദ്യമായിട്ട് യുദ്ധം തുടങ്ങിയതും നീ, അവിടുത്തെ ഒരു 10-200ഓളം വരുന്ന കുട്ടികളെ കൊന്ന് കുരുതി കൊടുത്ത് തുടങ്ങിയിട്ടുള്ള നീയും അമേരിക്കയും, അവിടെ ഏകദേശം 1500 ആൾ ഒഫീഷ്യലി മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതല്ലാതെ അൺഒഫീഷ്യലി എത്ര പേര് ഇറാനിൽ മരിച്ചു എന്ന് നമുക്കറിയില്ല. അതേ സ്ഥാനത്ത് നിന്റെ ഇസ്രായേൽ ആകെ 13 പേരെ ഇതുവരെ മരിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കള്ളക്കണക്ക് നീ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നത് എന്നുള്ളതും ആരാണ് ഭീതി അഴിച്ച് ലോകത്തിൽ മൊത്തം വിട്ടിട്ടുള്ളത് എന്നുള്ളതും ലോകത്തിലെ സാധാരണ ജനങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ അറിയാം. കുറച്ച് സംഖ്യകൾക്കും കുറച്ച് തിട്ടക്ക് സംഖ്യകൾക്കും നമ്മുടെ നാട്ടിലെ കുറച്ച് ആണുങ്ങൾക്കും മാത്രം ഇതറിയില്ലെങ്കിലും ബാക്കി എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പം പുറത്തറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളും കണ്ട് അതിന്റെ നേരെ താഴത്ത് വന്നിട്ട് കണ്ണീരൊഴിച്ച് അയ്യോ എൻ്റെ ഇസ്രായേലിന് എന്ത് പറ്റി, അയ്യോ എൻ്റെ ഇസ്രായേലിലെ ജൂതന്മാർ ചത്തല്ലോ എന്ന് ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നവന്മാരോട് കൂടെ പറയാനുള്ളത്. നീയൊക്കെ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറത്തും കിട്ടണം. ഇനി ആ കൂട്ടത്തിൽ തന്നെ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇതുപോലെ കത്തി അമരുകയാണെങ്കിൽ അതിൽ സന്തോഷം കാണുന്ന ആൾക്കാരാണ് ലോകത്തിൽ 90% ഉള്ളത്. അതല്ലാത്ത കുറച്ച് ശതമാനം കുറച്ച് കൂട്ടങ്ങൾ മാത്രമേ നമ്മുടെ ലോകത്തുള്ളൂ. ഏതാണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഏതായാലും ഇന്നത്തെ ചില ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റിലോട്ട് പോകാം. അതായത് അമേരിക്കയുടെ USS ജെറാഡ് ഫോർഡ് നമുക്കറിയാം കത്തിയമർന്ന് അപ്പുറത്ത് ഗ്രീസിലോട്ട് പോയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്ക് എന്നറിയാം. പിന്നെ USS എബ്രഹാം ആയിരുന്നു 2000 കിലോമീറ്റർ മാറ്റി വെച്ചിരുന്നു. അതായത് ഇറാന്റെ മിസൈലുകൾ 2000 കിലോമീറ്റർ ഒക്കെ വരികയുള്ളൂ, അപ്പോഴേക്കും നമുക്ക് തകർക്കാം എന്നുള്ളൊരു ഉറപ്പിൽ ആദ്യം ഒരു മിസൈൽ വീണതിന് ശേഷം പിന്നെ ഈ വഴിയിലോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ന്യൂസ്, ആ സ്ഥലത്ത് പോയിട്ട് ഇറാൻ 100ഓളം മിസൈലുകളാണ് USS എബ്രഹാം ലിങ്കന്റെ നേരെ അയച്ചത് എന്നുള്ളതും അതിൽ പല മിസൈലുകളും വീണിട്ടുണ്ട് എന്നുള്ള ചില ന്യൂസുകൾ ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. IRGC പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇറാൻ ലാസ്റ്റ് വിട്ട മിസൈൽ 4000 കിലോമീറ്റർ ആണ്. 4000 കിലോമീറ്റർ പരിധി വരെ പോയിട്ടുണ്ട് എന്ന് പറയാം. ഈ ഒരു മിസൈൽ പരിധിയിലുള്ള മിസൈലുകൾ ഇറാന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങ് ലണ്ടൻ വരെ പൊട്ടിക്കാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് ഈ പറഞ്ഞ ലോകരാജ്യങ്ങൾക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുന്നത് ഒന്ന് ആലോചിച്ചിട്ടേ തിരിയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ട്രംപിന് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വന്നത്. അതായത് ഏത് രാജ്യം വന്നു കഴിഞ്ഞാലും, ജർമ്മനി വന്നു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ചത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് കയറി കഴിഞ്ഞാലും അവന്മാരുടെ ഒക്കെ ഹാർട്ടിൽ പോയിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന മിസൈൽ ഇറാന്റെ കയ്യിലുണ്ട്. ഇറാൻ ഒരൊറ്റ തെളിയിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് മതി. ആ ഒരൊറ്റ തെളിവ് തന്നെ അവർക്ക് എല്ലാവർക്കും കൂടെ മതിയായിട്ടുണ്ട്. ഇനി അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കനെ ലക്ഷ്യമാക്കി വൻതോതിൽ ക്രൂയിസ് മിസൈലുകൾ ആക്രമണം നടത്തിയതായിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ആക്രമണം പരാജയപ്പെട്ടിട്ടുണ്ട്. കടലിൽ തന്നെ ഞങ്ങൾ ഇതെല്ലാം കൂടെ നിർവീര്യമാക്കിയിട്ടുണ്ട് എന്നൊക്കെ USSന്റെ സെൻട്രൽ കമാൻഡ് വന്ന് ഇപ്പം പുറത്തോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പ് ജെറാഡ് ഫോർഡിൽ തീ കത്തിയപ്പോഴും അതുപോലെ തന്നെ USS എബ്രഹാം ലിങ്കണിൽ ഫസ്റ്റ് മിസൈൽ വീണപ്പോഴും അവർ ഇത് തന്നെയാണ് പറഞ്ഞത്. പിന്നെയാണ് ഓരോന്നോരോന്നായിട്ട് പുറത്തോട്ട് വന്നത്. കപ്പൽ അവിടുന്ന് ഒഴിഞ്ഞു പോയപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായത്. നല്ല കത്തിയിട്ടിട്ട് കപ്പൽ എന്നുള്ളത്. അപ്പം ഇത് കപ്പലിന്റെ ഒരു തരത്തിലുള്ള ആഘാതങ്ങൾ ഇതിൽ സൃഷ്ടിച്ചിട്ടില്ല എന്നും ഇറാന്റെ മിസൈലുകൾക്ക് ലക്ഷ്യം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുമാണ് പറയുന്നത്. പക്ഷേ ഇതേ സ്ഥാനത്ത് റഷ്യയും ചൈനയും കൂടെ വന്നിട്ട് ഇറാൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് റഷ്യയും ചൈനയും തങ്ങളുടെ ഉപഗ്രഹങ്ങൾ വഴി നൽകിയിട്ടുള്ള സഹായങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം USS എബ്രഹാം ലിങ്കൻ ആക്രമിക്കാൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചർച്ച. അപ്പം എന്താണെങ്കിലും നമുക്ക് ആലോചിച്ചാൽ മതി അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടാകുന്നുള്ളത്. പിന്നെ ആര് മരിച്ചു കഴിഞ്ഞാലും ഏതൊക്കെ വിമാനങ്ങൾ വീണ് കഴിഞ്ഞാലും, പ്രത്യേകിച്ച് യുഎസിന്റെ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിമാനങ്ങൾ വീണ് കഴിഞ്ഞാൽ അത് സ്വയം വെടിവെച്ചിട്ടതും അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ മാത്രമായിട്ടാണ് തള്ളിക്കളയാറ്. ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഒരു ആക്രമണങ്ങളും അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് ആയിട്ട് വരുന്നത്. മിക്കവാറും അടി കിട്ടിയിട്ടുണ്ടാവും USS ജെറാഡ് ഫോർഡിന്. ഏതായാലും 2 ദിവസം കൊണ്ടാണ് ഇനി ട്രിപ്പോണി ഇവിടെ എത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രിപ്പോണി എത്തിക്കഴിഞ്ഞാൽ അടുത്ത അറ്റകുറ്റപ്പണിക്ക് നമുക്ക് കേൾക്കാം USS എബ്രഹാം ലിങ്കൻ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ ലോണ്ടറിയിൽ തീ കത്തിയെന്നോ അല്ലെങ്കിൽ കിച്ചണിൽ അടുപ്പ് പുകഞ്ഞുന്നോ, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഗ്രീസിലോട്ടൊന്ന് വണ്ടി മാറ്റി വിടുന്നുണ്ട്, ഞങ്ങൾ ചെറുതായിട്ട് അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വരാം, അതൊക്കെ കേൾക്കാം. നിങ്ങളൊന്ന് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാൻ പറ്റുള്ളത്. ഇത് മാത്രമല്ല, ഇന്ന് മറ്റൊരു കാര്യം നമ്മൾ കുറേ പേരെ കണ്ടിട്ടുണ്ടോ, ന്യൂസിൽ കണ്ടിട്ടുണ്ടെങ്കിലും പറഞ്ഞു പോവാം. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഇറാഖിലെ ഗ്രൂപ്പ് ഇന്ന് പോയിട്ട് ബാഗ്ദാദിലെ എയർപോർട്ട് കോംപ്ലക്സിന്റെ അകത്തുള്ള വിക്ടോറിയല്ലേ, ഇതിന്റെ പേരെന്താ, വിക്ടറി ബേസിൽ അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുന്നത്. അതായത് വിത്ത് വീഡിയോ ഉണ്ടോ, ലൈവ് വീഡിയോ ആണ്. ഈ ഡ്രോൺ ഇങ്ങനെ പോകുന്നുണ്ട്, അതിങ്ങനെ എല്ലാ ഭാഗവും ഒന്നും കാണിക്കും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ആദ്യം വെടിവെച്ചിട്ടും അത് കഴിയുമ്പോൾ അടുത്ത ഡ്രോൺ സൈഡിൽ കൂടെ കയറി വരുന്നത് കാണാം. അത് നേരെ പോയിട്ട് അവിടുത്തെ പല ഭാഗങ്ങൾ കാണിച്ചിട്ട് അവസാനം ഇവരുടെ USന്റെ തന്നെ
ഏതായിരുന്നു ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്റർ തകർക്കുന്ന വീഡിയോ, അവിടെ പോയിട്ട് പൊട്ടുന്ന അവിടെയാണ് ഇത് കട്ടാവുന്നത്. ഇത് അതോടുകൂടി ഡ്രോൺ കട്ടായി പോകുന്നു. അപ്പോൾ അതുവരെയുള്ള ലൈവ് വീഡിയോസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് വിക്ടറി ബേസിന്റെ പല ഭാഗങ്ങളും തകർച്ച ഉണ്ടായിട്ടുള്ളത്. ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള അതിസുരക്ഷാ മേഖലയാണ് വിക്ടറി ബേസ്. ഇവിടെ തന്നെ ആയിരുന്നു ഒരാഴ്ച മുമ്പും ഇതേ ഗ്രൂപ്പ് അവിടെ ഇതേപോലെ ഡ്രോണിൽ പോയിട്ട് വെട്ടിപ്പൊട്ടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വീണ്ടും കയറി ചെന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ പട്ടാളക്കാരുള്ള സ്ഥലമാണ്. ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് സപ്ലൈ വരെ നടക്കുന്നുണ്ട്. ഈ ഇറാന്റെ ഗ്രൂപ്പുകളാണ് ആക്രമിച്ചത്. എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ റഡാർ യൂണിറ്റുകൾ, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവ എല്ലാം ദൃശ്യത്തിൽ പകർത്തിയതിനു ശേഷമാണ് ഓരോന്നായിട്ട് ഇവർ പൊട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളത്. മാത്രമല്ല AN/MQ-64 റഡാർ സിസ്റ്റമാണ് ഇവിടെ തകർത്തിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെലവീവിലും അതുപോലെ തന്നെ ജെറുസലേമിലും ഐഫയിലും സകല സ്ഥലങ്ങളിലും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ മറ്റ് താവളങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ 24 മണിക്കൂറിന് മുമ്പ് ബഹ്റൈനിലാണെങ്കിലും നിങ്ങൾ കുവൈറ്റ് എടുത്തോ, നിങ്ങൾ ഖത്തറിൽ വല്ലാണ്ട് അടിച്ചിട്ടില്ല. ബഹ്റൈനും കുവൈറ്റുമാണ് മെയിൻ ടാർഗറ്റ് പോയിന്റുകളായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സൗദിയും അടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം കുർദിസ്ഥാൻ മേഖലയിലുള്ള അമേരിക്കൻ കമാൻഡ് ആൻഡ് സപ്പോർട്ട് സെന്ററുകൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. തിരിച്ച് ഇവരെ ഇങ്ങോട്ട് തിരിച്ച് ആക്രമിക്കേണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ അമേരിക്കക്കെതിരെ ഏകദേശം 136 സൈനിക നീക്കങ്ങളാണ് ഈ ഒരു ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ഇനി ഇറാന്റെ അനുകൂല ഗ്രൂപ്പുകൾക്ക് നേരെ അമേരിക്ക തിരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. 15ഓളം പേര് മരണപ്പെട്ടിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇതേ സമയത്ത് 24 മണിക്കൂർ അവിടുത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അതായത് അമേരിക്കൻ നാറ്റോ സഖ്യത്തിന്റെ വിക്ടറി ബേസിൽ നിന്നും പിന്മാറുന്നതായും, അതായത് അമേരിക്കയും നാറ്റോയുടെയും ഇതുണ്ട് അവിടെ, എന്താ പറയാ, സംയുക്ത സേന അവിടെ ഉള്ളത്, അവർ പിന്മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂർ താൽക്കാലികമായിട്ട് അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അടിയിട്ടിട്ടുണ്ട്, അവിടെ അടിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് എത്രയും പെട്ടെന്ന് ആളുകളെ പിന്മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അമേരിക്കയും നാറ്റോ സഖ്യങ്ങളും ചെയ്യുന്നത്. ഇതും ഒരു സൈഡിൽ ഇന്ന് രാവിലെ മുതലേ നമ്മൾ ആ ന്യൂസ് ഔട്ടായിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയെന്നുള്ളൂ. ഇതും അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു രക്ഷയില്ല. അവസാനത്തെ ഈ വിക്ടിം കാർഡ് കളിക്കാൻ തന്നെ പരിപാടിയുള്ളൂ. ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുന്നേ. ഇനി അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് UN അടക്കം ലോകരാജ്യങ്ങളിലെ മറ്റ് വേറെ കുറെ ആൾക്കാർ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി അവസാനം. അപ്പോൾ അവർക്ക് ഇസ്രായേലിനടിക്കുന്നേ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് യുദ്ധം നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാർ ഈ പറഞ്ഞ പരിപാടികൾ, തേർഡ് റേറ്റ് പരിപാടികൾ. ഇത്രയും ആളുകളെ കൊന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു രാജ്യങ്ങൾക്കും വാ തുറക്കാൻ പറ്റിയിട്ടില്ല. തിരിച്ച് ഇറാൻ അങ്ങോട്ട് ആക്രമിച്ച് തുടങ്ങിയപ്പോഴാണ് ഇവന്മാർക്ക് വാ തുറക്കാൻ പറ്റുന്ന ഏതായാലും അറ്റ്ലീസ്റ്റ് അമേരിക്കയ്ക്ക് മുമ്പിൽ തിരിഞ്ഞു നിൽക്കാനെങ്കിലും തുടങ്ങിയത്. അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ള ട്രംപും അല്ലെങ്കിൽ നെതന്യാഹുവും ഇപ്പം ഇന്ന് ഇറാനിലോട്ട് അവരുടെ 82 എയർബോൺ ഡിവിഷനെ, അതായത് ഏകദേശം 1000 മുതൽ 3000ഓളം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടാളക്കാരെ ഗ്രൗണ്ടിൽ ഇറക്കാൻ പോവുകയാണ്. കുറേ ദിവസമായി ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അതിലൂടെ അഡീഷണലി ഈ പറഞ്ഞ 82ാമത് എയർബോൺ ഡിവിഷനാണ് ഇറക്കാൻ പോകുന്നത്. ഏതായാലും അവിടെ പോയി ചാവാനുള്ള ഗതി തീറ്റൊക്കെ ഉള്ളൂ. കാരണം ഇറാഖിന് അടിച്ച പോലെയും മറ്റ് അഫ്ഗാനിസ്ഥാനിൽ അടിച്ച പോലെയൊന്നുമല്ല. ഇറാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കുമെന്ന് പച്ചക്ക് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ പറയല്ല, അവിടെ കന്ന് പറച്ചിലേ നടന്നിട്ടുള്ളൂ. അടികൾ കുറവായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, പറഞ്ഞതുപോലെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനി ഇതെങ്കിലും പരീക്ഷിച്ച് നോക്കുകയാണ് പൊട്ടൻ ട്രംപിന്റെ മൂട്ടിൽ തന്നെ വെടി കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറക്കിയിട്ടുള്ള എല്ലാത്തിനും അവിടുന്ന് തല ഇല്ലാണ്ട് തിരിച്ച് ഇറാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതായത് അമേരിക്കൻ സൈന്യത്തിലെ തന്നെ ഏറ്റവും കരുത്തിറ്റ 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്നാണ് 3 ബറ്റാലിയനുകളായിട്ട് ഏകദേശം 3000 സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് അയക്കാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. ഇവർക്ക് അതിവേഗമുള്ള നീക്കമാണ് ഇവരുടെ പ്രത്യേകത. അതായത് ഡിവിഷനിൽ അറിയിപ്പ് കിട്ടി 18 മണിക്കൂറിനകം ഈ സേന അവിടെ എത്തും എന്നാണ് പറയപ്പെടുന്നത്. ഇവരെത്തിക്കഴിഞ്ഞാൽ ഇവർ പാരച്യൂട്ട് വഴിയാണ് ഇറാനിലോട്ട് ഇറങ്ങുന്നത്. ഇങ്ങനെയാണ് ഇവരുടെ പൊതുവേ ഉള്ളൊരു ശൈലി. ഇങ്ങനെ പാരച്യൂട്ട് വഴി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, മറ്റു രാജ്യങ്ങളൊക്കെ പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇറാനാണ് എന്ത് ചെയ്യും, ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ വെടിവെച്ചിട്ടും അല്ലെങ്കിൽ ഓരോ മിസൈൽ ഓരോ ഡ്രോണ് അവൻ്റെ കണ്ട കടാകത്തിൽ കൊണ്ടിട്ടും. അതാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പാരച്യൂട്ട് വഴി ശത്രു മേഖലയിലേക്ക് ഇറങ്ങി ആക്രമണം നടത്തുന്ന വിദഗ്ധർക്ക് എന്ത് വിധിയാണ് വരാൻ പോകുന്നത് ഇറാനിൽ നിന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഓൾറെഡി അവിടെ ഏകദേശം 50,000ഓളം സൈനികർ ഈ പറഞ്ഞ കംപ്ലീറ്റ് ബേസുകൾ ഇറാഖിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിട്ടുള്ള ബേസുകൾ ഓൾറെഡി ഇറാൻ ആക്രമിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇറാൻ തിരിച്ച് ഇവന്മാരെല്ലാവരും അടിച്ചു വീഴ്ത്താൻ ഇറാന് പറ്റും എന്ന് അവർ കാണിച്ചു കഴിഞ്ഞു. അതായത് ഇത്രയും വലിയ എയർ ഡിഫൻസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരിങ്ങോട്ട് അടിച്ചെങ്കിലും തിരിച്ച് ഇറാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ അടിച്ച് നമ്മൾ കണ്ടു. ഇനി ഇറാന്റെ കരസേന തന്നെ കരയുദ്ധത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ കരസേന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ 5 സ്ഥാനങ്ങളിൽ ഒന്ന് വരുന്ന കരസേനയുണ്ട്. അമേരിക്ക അപ്പോൾ ഏത് രീതിയിൽ അടിക്കും, അമേരിക്ക അവിടെ പോയിട്ട് ആളിറക്കി ഈ ഇറാൻ്റെ ആ ഒരു പ്രകൃതി എന്താ പറയുക ദത്തമായിട്ടുള്ള സ്ഥലത്ത് കൂടെ ഏത് രീതിയിലാണ് ഇറാൻ തിരിച്ചടിക്കാൻ അമേരിക്കക്ക് പോലും ഐഡിയ ഇല്ല. പക്ഷേ ഒരു രക്ഷയില്ല, നമ്മൾ ഈ തൊട്ടതെല്ലാം പയച്ചു നിൽക്കണം അമേരിക്കക്കും ഇസ്രായേലും. ഇനി അവസാന മാർഗം ഇതും കൂടെ ഉള്ളൂ, ബാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതും കൂടെ നിർത്തി ഇനി അവിടുത്തെ ആ കുറേ എണ്ണം അമേരിക്കൻ പട്ടാളക്കാരെ അങ്ങോട്ട് കൊന്നു തീർത്ത് കഴിഞ്ഞാൽ അതോടുകൂടി ട്രംപിന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാം, നെതന്യാഹുവിനെ അവിടെ തൂക്കിൽ കയറ്റു.
അതവിടെ നടക്കാൻ പോകുന്നുള്ളൂ. ഏതാണെങ്കിലും ഇതാണ് ഇപ്പം നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 90% എണ്ണ കടന്നു പോകുന്ന ഇറാൻ്റെ ഗാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുക, അതോടുകൂടി ഇറാനെ സാമ്പത്തികമായി തകർക്കുക, അതോടുകൂടി ഇറാൻ പിടിച്ചെടുക്കുക. അപ്പം ഇറാൻ ചത്താലും, അതായത് ഇത്രയും നടന്നിട്ട് ഉടല് തല പോയിട്ടും ഉടല് എന്താ പറയുക അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥാനത്ത് അവരുടെ ഗാർഗ് ഐലൻഡ് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉടല് മാത്രമല്ല ശരീരത്തിൽ ഓരോ രോമം വരെ അമേരിക്കയ്ക്കെതിരെ പോരാടും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഇപ്പം നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ. ഇതാണെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് നമുക്കറിയാം. ഏകദേശം എല്ലാ ബേസുകളിലോട്ടും നമ്മൾ ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സൗദിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ അറബിക് കൂട്ടങ്ങളെല്ലാം കൂടെ ഇവരെ കൂടെ അങ്ങോട്ട് കൂടി എന്തോ മല മറിക്കുന്നു വിചാരിക്കുന്നുണ്ട്. ഒരു മലയും മറയാൻ പോകുന്നില്ല. കാരണം അവിടെ നിന്നൊക്കെ ഇറാൻ ഇതുവരെ അടിച്ചിട്ടുണ്ട്. ഇനി ഇവരങ്ങോട്ട് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം അടിച്ച അടി തന്നെ ഈ പറഞ്ഞ കൂട്ടർക്ക് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തിരിച്ച് ഇറാൻ ഇനി അങ്ങോട്ട് ബേസുകളിലോട്ടായിരിക്കില്ല, ബുർജ് ഖലീഫയിലോട്ടും നമ്മുടെ എന്താ പറയുക ഇവിടെയൊക്കെയുള്ള എന്താണ് ഫൈസൽ ടവറോ കിങ് ഫൈസൽ ടവറോ ഒക്കെ ഇല്ലേ, അങ്ങോട്ടൊക്കെ ആയിരിക്കും അടുത്തത് ഇറാൻ മിസൈൽ വെക്കാൻ. അതോടുകൂടി മുഞ്ചിത്തെറ്റി നിൽക്കേണ്ടി വരും നമ്മുടെ സകല അറബ് രാജ്യങ്ങളും. അതോട് പ്രവാസികൾക്ക് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല, അവിടെ മറ്റുള്ള ആൾക്കാർക്ക് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ. അതായത് നോക്കാം, പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് തരിക. മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ അത് ചെയ്ത് കാണുക. കൂടുതൽ ആൾക്കാരെടുത്തോട്ട് ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ എത്തിക്കാൻ നോക്കുക. അപ്പോൾ ശരി.